എവിടെ ഇയാള്? ഞാൻ എന്താ ലൊക്കേഷനിലെത്തി. താൻ ശ്രദ്ധിച്ചു നോക്കേ, എൻ്റെ കയ്യിൽ ആവശ്യത്തിൽ കൂടുതൽ പണമുണ്ട്. എനിക്ക് വേണമെങ്കിൽ എന്തും ചെയ്യാം, എന്തും. നിങ്ങളെ ചെയ്യാൻ പറ്റുന്ന പിന്നല്ല. ഓ പണ്ടോരം. ഈ ലവ് ചെയ്യുമ്പോൾ ഒരുപോലെയാ. ആദ്യം നമ്മളെ സന്തോഷിപ്പിക്കും, പിന്നെ നമ്മളെ പിറ്റ് ചെയ്തു. മഹാസു അതി ബെറ്റർ തന്നെയാ അല്ലേ? വെരി ഗുഡ്. ശ്രീപത്മനാഭന്റെയും അയ്യങ്കാളുടെയും മണ്ണാണിതെന്നാണ് ഇതിലെഴുതിയിരിക്കുന്നത്. ബട്ട് മമ്മി പറഞ്ഞു ശ്രീപത്മനാഭന്റെ മണ്ണാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. വാട്ട് ഡു യു തിങ്ക്? തലസ്ഥാനത്തൊരു ചൊല്ലുണ്ട്, ഈ കോൺഗ്രസ്സുകാരും നമ്മുടെ ഫ്ലോട്ടിയും ഒരുപോലെയാണ്. വാട്ട്? ആവശ്യമുള്ള സമയത്ത് ഒന്നിനും കാണൂല. താൻ ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടാ? സംഭവം വളരെ സിമ്പിളാണ്. ഞാൻ പറയുന്നത് പോലെ എന്നെ താനൊന്ന് ഇൻ്റർവ്യൂ ചെയ്യണം, അതും എൻ്റെ സ്വന്തം ചാനലിൽ. ഇത് എസ് ഐ ഹുസൈനുള്ള ട്രീറ്റ്മെന്റാ. നിന്റെ തൊപ്പി തെറിപ്പിച്ച് നിന്നെ ആ കൊപ്രാപാലത്തിന്റെ മുകളിൽ കൂടെ ഈ പരനാളിക്കിട്ട് 2 എണ്ണം കൊടുക്കണം ഞാനും വിചാരിച്ചതാ. രാവിലെ തന്നെ ഇയാളെ പറ്റി കേട്ടോ അന്നത്തെ ദിവസം ഉഷാറാണ്. പീക്കു, ഇത് കരയോഗത്തിന്റെ നാടകമല്ല, കലാലയത്തിന്റെ നാടകമാ. കാണിച്ചുതരാം, എല്ലാത്തിനും കാണിച്ചുതരാന്. ബ്ലഡി ഗ്രാമവാസീസ്. മഹാസു ഓൾറൈറ്റ്, നമുക്ക് ഉപയോഗമുള്ള എന്തെങ്കിലും ഉണ്ടോ? ഒരായിട്ടുണ്ട്. സ്റ്റാർട്ടപ്പിങ് എടുത്ത് ഹലോ. ഗുഡുദേവിയാണ്. നമുക്കേ കഴിക്കണമെങ്കിൽ ഒരാളെ കിട്ടിയിട്ടുണ്ട്. ലിങ്ക് ഷെയർ ചെയ്യൂ. ആള് യൂട്യൂബിൽ ഫേമസ് അല്ല. വടുദേവി, സന്തോഷ് ജോർജ് കുളങ്ങര സാറ്, പേളി മാണി, കാർത്തിക് സൂര്യ, പിന്നെ ഏതോ ഒരു പൊട്ടനെ കൂടെ നമ്മൾ വിളിച്ചില്ലായിരുന്നോ? അത് പോട്ടെ. അപ്പൊ അത്ര സ്റ്റാൻഡേർഡ് ഉള്ള യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. മഹാസു സെറ്റായില്ലേ? വടുദേവി വിളിച്ച സ്ഥിതിക്ക് നമുക്കൊന്ന് ട്രൈ ചെയ്താലോ? ഗുഡ് ഡിസിഷൻ. മഹാസു ഓ, ഇതിലൊന്ന് തൊട്ടെ, മേലെ തൊടു ലെവലൊന്ന് ക്ലിക്ക് ചെയ്തേ. വേട്ടക്കാരനാദ്യം ഇരയെ ഓടിക്കും. മഹാസു പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ എപ്പോ ഞാൻ സ്റ്റാൻഡ് ഷൂട്ടിങ്ങിന് എടുത്തു വെക്കുന്നു, ലൈറ്റ് ഓൺ ചെയ്യുന്നു, അപ്പ കറണ്ട് കട്ടാവും. അതെന്താ അങ്ങനെ? ആ വളവിലെ കറണ്ട് ആഫീസില്ലേ, അവിടെ 2 കൊമ്പുള്ള എത്തിസ്റ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ശ്രീപത്മനാഭന്റെയും അയ്യൻകാളിയുടെയും മണ്ണാണിത്. ഇവിടെയാണ് ഞങ്ങൾ നിലയുറപ്പിക്കാൻ പോകുന്നത്. ആർക്കും ഞങ്ങളെ തടയാനാകില്ല. കാരണം ഈ മണ്ണ് വഴങ്ങാൻ പഠിപ്പിച്ചിട്ടില്ല, പൊരുതാൻ മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. സൂപ്പർ. അവന്മാർക്ക് എന്നെ ഇഷ്ടമല്ല, എനിക്ക് അവന്മാരെ പണ്ടേ ഇഷ്ടമല്ല. അതായത് എൻ്റെ ചാനല് മലയാളി പ്രേക്ഷകരുടെ ശിരസിലേക്ക് കയറണം, അതും നാച്ചുറൽ ഓർഗാനിക്കായി. പിന്നെ അതിനു മുമ്പ് അഡ്വാൻസ് ആയിട്ട് ക്യാഷ് കിട്ടാൻ ചാൻസ് ഉണ്ടോ? ക്യാഷിന്റെ കാര്യം താൻ കളയടോ, കാശല്ലേ ഇവിടെ ഇരിക്കുന്നത്. നാച്ചുറലായി ജനങ്ങളിലേക്ക് എത്തിക്കൂ. എൻ്റെ ചാനൽ ഹാഫ് കുക്ക്ഡ് സ്റ്റോറീസ് മിഷൻ എത്തിക്കൂ. ഞാൻ എന്താ പറഞ്ഞു? അമര് പി സൂര്യ. ദേവിയേ, ദേവിയേ, ഞാൻ അങ്ങോട്ട് വന്ന് കാണാനിരിക്കായിരുന്നു.
കറക്റ്റ് സമയത്താണ് വന്നത്. മഹാസു അനുഗ്രഹിക്കട്ടെ. പിന്നെ നല്ലോണം അനുഗ്രഹിച്ചു, മൊത്തത്തിൽ അങ്ങോട്ട് തകർത്ത് തന്നു. വാട്ട്? അല്ല, ദേവി എനിക്ക് വേണ്ടി ചെയ്ത പൂജകളെല്ലാം ഫലിച്ചു എന്ന് പറഞ്ഞതാ. എൻ്റെ ഭാര്യ ഇപ്പം എൻ്റെ ഫോണും തൊടാറേ ഇല്ല. എല്ലാം മഹാസുവിൻ്റെ പവർ. ആ, അപ്പം പിന്നെ എൻ്റെ ഈ അന്നദാതാവിനെ കൂടെ ഒന്ന് അനുഗ്രഹിക്കണം. കണ്ട, വർക്കൊക്കെ തീരെ കുറവാ. പ്ലീസ് ഒന്ന് ബ്ലസ് ചെയ്യണം. അതിനെന്താ? മഹാസു അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ പോരാ ദേവി, ഇത് വലിയ വണ്ടിയാണ്. ചെറുതായിട്ട് ആ ബക്കറ്റിൽ കയറി നിന്ന് വന്ന് അനുഗ്രഹിക്കണം. നോ നോ നോ, അതിനകത്ത് മഹാസുവിന് അങ്ങനത്തെ ആചാരമില്ല. മഹാസുവിനോടുള്ള എൻ്റെ ഒരു വിശ്വാസം കൊണ്ടാ പറയുന്നത്. ഇതിലോട്ടൊന്ന് കയറി നിൽക്കണം. മഹാസുവിന് വേണ്ടി മാത്രം. ആ. മഹാസു മതഗതാഗതം സതഗതാഗതം. മഹാസു ഈ പൊട്ടനെയും കൊണ്ടാര വണ്ടിയും അനുഗ്രഹിക്കണമേ. സതഗതാഗതം പദം മതഗത സതഗത മഹാസു. മനുഷ്യന്മാരെ പറ്റിക്കുന്നതിനൊരു പരിധി ഉണ്ടോ? എന്താണ് പ്രശ്നം? നിന്റെ ഭാര്യയുടെ സംശയം തീർന്നില്ലേ? ഒരു തരി പോലും കുറഞ്ഞിട്ടില്ല അവളുടെ സംശയം. IPL 1, 2 എന്നിങ്ങനെ കൊട്ടി നിന്ന ആ സഞ്ജു സാംസൺ നിന്റെ മഹാസുവിൻ്റെ പൂജ കഴിഞ്ഞിട്ടേ ആണി മറ്റേ പാവയിൽ കുത്തിയിറക്കിയതിന് ശേഷം അവ ഒറ്റ അടിക്കാണ് സെഞ്ചുറി അടിച്ചത്, അത് എൻ്റെ ചെലവിൽ. വിഘ്നേശ, എല്ലാ ദുഃഖത്തിനും പ്രകൃതിയിലൊരു കാരണമുണ്ട്. പിന്നെ ഉണ്ട കാരണം ആ മറുത എൻ്റെ ഭാര്യ ആ TV-യുടെ മുന്നിലിരുന്ന് ആർത്തട്ട ലഡ്ഡു തിന്നുമ്പോഴേ എൻ്റെ ചങ്ക് കലങ്ങി. ആദ്യം നീ എന്നെ ഒന്ന് താഴെ ഇറക്ക്, നമുക്കതിന് വേറെ പ്രതിവിധി ഉണ്ടാക്കാം. സഞ്ജുവിനെ നമുക്ക് അടുത്ത കളിയിൽ ഒതുക്കാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. മന്ത്രവാദിനി ഒരു കാര്യം ചെയ്യും, കുറച്ചു നേരം അവിടെ നിന്ന് കാറ്റൊക്കെ കൊള്ളു. ഞാൻ പോയി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വരാം കേട്ടാ. എടാ വിഘ്നേശ, നീ വിനാശത്തിലേക്കാണ് പോകുന്നത്. മഹാസുവിന്റെ ഡാർക്ക് എനർജി നിന്റെ ജാതകത്തിൽ വീഴും. എന്നെ താഴെ ഇറക്കട പൊട്ട. പിന്നെ ഒരു ഉടായ്പ് മഹാസു അനുഗ്രഹിക്കണേ, മഹാസു അനുഗ്രഹിക്കണേ. അങ്ങനെ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ പവർ കട്ട് കൊണ്ട് ഒരു ഉപയോഗം ഉണ്ടാവുന്നേ. 8,000 ഉണ്ട്, അതിൽ 1000 വിച്ചിന്. വല്ല നിധിയുടെ മണമാണോ? വെരി ഗുഡ്. മഹാസു, കമോൺ ദേവി, ആക്ട് ചെയ്യാതെ. ഈ നോട്ടിന് സോളില്ലടി. ഇത് പിള്ളേര് കളിക്കുന്ന നോട്ട്. സാമൂഹിക പ്രതിബദ്ധത, യുവതലമുറയ്ക്കൊരു സന്ദേശം. എടുക്ക്, നിന്റെ അമ്മയുടെ യഥാർത്ഥ ആത്മാവായിരിക്കും. ഹലോ ഡി, വണ്ടിക്കാരെ വിളിക്കുന്നു. കാശിന്റെ കാര്യം എന്തായി? എടി, എനിക്ക് പീരീഡ്സ് ആയടി. ഭയങ്കര വേദന എടുക്കുന്നടി. കാശ് ചോദിച്ചനാണോ നീ? ഞാൻ പിന്നെ വിളിക്കാമേ. EMI-യും പീരിയഡ്സും ഒരേ അമ്മ പറ്റ മക്കളാന്നാ തോന്നുന്നത്. ഡേറ്റ് മാറിയാലും പെണ്ണുങ്ങളുടെ നെഞ്ചെടുപ്പ് മാറൂല. ഹലോ, ഉടുദേവിയാണേ. മഹാസു എന്താവോ എന്തോ, ഇന്ന് കള്ളത്തരം പറഞ്ഞ മൊത്തം വെറുതെയായി. മഹാസു ഏതാത്മാവിനോടാണ് സംസാരിക്കേണ്ടത്?